ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ചിക്കൻ ബ്രെഡ് പാറ്റീസ് ആണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. आज हम बनाने जा रहे चिकन ब्रेड पैटीज दिखाएंगे कैसे. നമുക്ക് ചിക്കൻ എടുക്കാം. पहले चिकन लेंगे. अभी एक बर्तन में डालते. നമുക്കൊരു പാനിനകത്തിട്ട് ഇതിട്ട് കൊടുക്കാം. ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. नमक पहले डाल दे. हल्दी डाल दे. നമുക്ക് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി, गोल मिर्ची का पाउडर 1 टीस्पून, 1 टीस्पून കുരുമുളകിൻ്റെ പൊടി, 1 टीस्पून गरम मसाला പൊടി, 1 टीस्पून गरम मसाലയുടെ പൊടി, 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ബട്ടർ डालते നല്ലതായിട്ട് മിക്സ് ചെയ്ത് गैस ऑन ചെയ്യാം. गैस ऑन करके अच्छे से मिक्स करके रखेंगे. ഇതിനകത്ത് വെള്ളമൊന്നും നമ്മൾ ഒഴിക്കുന്നില്ല. पानी बिल्कुल नहीं डाल रहे, ऐसे ही रख के हम लोग बॉईल करेंगे. ഇങ്ങനെ വെച്ച് തന്നെ ചിക്കൻ്റെ വെള്ളം ഇറങ്ങി അതിനകത്ത് തന്നെ ഇത് ബോയിൽ ചെയ്തെടുക്കണം. ചിക്കൻ का पानी से ये बॉईल करना है. बंद करके रखेंगे. ഇവിടെ ചിക്കൻ വെന്ത് വരുന്ന സമയത്തേക്ക് നമുക്ക് മസാല ഉണ്ടാക്കാം. चिकन होने के टाइम हम लोग मसाला बनाएंगे. दूसरा एक बर्नर में रखेंगे. നമ്മൾ വേറൊരു ബർണറിലോട്ട് ഇത് നമുക്കിത് മാറ്റാം. ഇതിനകത്തോട്ട് മസാല ഉണ്ടാക്കാം. ഞാനൊരു പാനിനകത്തോട്ട് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ तेल डाल के गरम हो गया. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അദ്രക്, ലഹസൂൻ, ഹരി മിർച്ച് डालेंगे. പച്ചമുളകൊക്കെ വഴന്നു കഴിഞ്ഞു. അദ്രക് ലഹസൂൻ ഫ്രൈ हो गया. കരിയാപ്പത്ത डाल दे. നമുക്ക് കരിയാപ്പല ഇട്ട് കൊടുക്കാം. 3 प्याज दिया है वो डालना है. 3 ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. അതിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കാം. അച്ഛത്തെ ഫ്രൈ करना है. നമ്മുടെ ഉള്ളി വഴന്നുകൊണ്ടിരിക്കുകയാണ്. प्याज फ्राई हो रहे. अभी डालना है नमक. നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ടാൽ മതി. थोड़ा नमक डाल दे. हम लोग चिकन में नमक डाला है. ചിക്കനകത്ത് ഉപ്പിട്ടിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇത് വഴറ്റി കൊടുക്കാം. നമുക്ക് മസാലയൊക്കെ ഇട്ട് കൊടുക്കാം. ആദ്യം മുളക് പൊടി, ചില്ലി പൗഡർ 1 ടീസ്പൂൺ, ധനിയ പൗഡർ 1 ടീസ്പൂൺ, നമ്മുടെ മല്ലിപ്പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾ പൊടി 1/2 ടീസ്പൂൺ, हल्दी पाउडर 1/2 टीस्पून, 1 टीस्पून कुरुमुलक പൊടി, 1 टीस्पून गोल मिर्ची का पाउडर, 1 टीस्पून गरम मसाला पाउडर. अच्छे से फ्राई करना है. നമുക്ക് നല്ലതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മസാല ആയിക്കൊണ്ടിരിക്കുകയാണ്. मसाला हो रहा है. चिकन भी हो गया. पानी भी पूरा सूख गया. अच्छे से पक गया है. നല്ലതായിട്ട് വെന്ത് കഴിഞ്ഞു. ഇപ്പം ഓഫ് ചെയ്ത് തണുക്കാൻ വെക്കാം. अभी ऑफ करके ठंडा करने के लिए रखेंगे. चिकन बोन एല്ലാം മാറ്റിയിട്ടുണ്ട്. चिकन का बोन पूरा हटा दिया है. अभी मसाला में डालना है. നമുക്ക് മസാലയ്ക്കകത്തോട്ട് ഇത് ഇട്ട് കൊടുക്കാം. ചിക്കൻ മുഴുവനും മസാലയ്ക്കകത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. चिकन पूरा मसाला में डाल के थोड़ा फ्राई करना है. 2 टेबल स्पून मैदा എടുത്തിട്ടുണ്ട്. 2 टेबल स्पून मैदा लिया है. इसमें दूध डाल दे. നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് പാൽ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. दूध डाल के थोड़ा मिक्स करना है. तो ഞാൻ 1 കപ്പ് പാൽ ഒഴിച്ചിരിക്കുന്നത്. 1 കപ്പ് दूध डाल दिया है. देखिए ऐसा होना चाहिए. ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ചിക്കനിനകത്തോട്ട് നമ്മൾ ഒഴിക്കാൻ പോകണം. ചിക്കൻ ഒരുവിധം എല്ലാം ഫ്രൈ ആയി കഴിഞ്ഞു. ഈ ടൈമേ हम लोग एक दूध और मैदा डाल दें. നമ്മൾ മൈദയും പാലും കൂടെ കുഴച്ച് ഒഴിച്ച് കൊടുക്കുക. നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് പാലും മൈദയും ഒഴിച്ചത് നല്ല തിക്കായി കഴിഞ്ഞു. मैदा और दूध डाल के मिक्स किया. अच्छे से हो गया. സ്റ്റഫ് നല്ലതായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് തണുക്കാൻ വെക്കാം. हम लोग का स्टफ अच्छे से हो गया. अभी ठंडा करने के लिए रखेंगे. നമുക്ക് ഇതിനു വേണ്ടിയിട്ട് 2 മുട്ട പൊട്ടിച്ച് വെക്കാം. इसके लिए 2 अंडा काट के रखेंगे. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. अच्छे से बीट करके लेना है. चिकन തണുത്ത് കഴിഞ്ഞു. चिकन ठंडा हो गया. एक बोल बनाएंगे. 1 स्पून ग्रेटेड चीज़ നമുക്ക് വെച്ച് കൊടുക്കാം. ग्रेटेड चीज़ इसमें डाल के मोड़ेंगे. എല്ലാം ഉണ്ടാക്കിയെടുക്കാം. ऐसे ही सब बनाएंगे. ചിക്കൻ മുഴുവനും ബോളാക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ചീസ് സ്റ്റഫ് ചെയ്തതാണ്. इसमें हम लोग चीज स्टफ करके बोल करके बना के रखा है. ब्रेड എടുത്ത് വെച്ചിട്ടുണ്ട്.
ब्रेड एല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്ത് വെക്കാം. ब्रेड पूरा कटिंग करके रखेंगे. देखिए ऐसे ही लेना है. നമ്മുടെ ബ്രെഡ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നോക്കിയേ, ഇതുപോലെ നമുക്ക് ഇതെല്ലാം കട്ട് ചെയ്തെടുക്കാം. ऐसे ही सब कटिंग करके रखेंगे. ഞാൻ എല്ലാ ബ്രെഡും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നോക്കിക്കേ, सब ब्रेड कटिंग करके रखा है. मैदा വെള്ളത്തിൽ കലക്കിയിട്ട് ഈ കൺസിസ്റ്റൻസിയിൽ വെച്ചിട്ടുണ്ട്. मैदा एक कंसिस्टेंसी में बना के रखा है. अभी एक कटिंग करके रखा है. वो ब्रेड में साइड में लगाना है. സൈഡിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ബോൾ ഒരെണ്ണം എടുത്ത് വെക്കാം. एक बॉल इसका बीच में लगा दीजिए. ऊपर में दूसरा एक टू ब्रेड ऐसे करके थोड़ा दबा दीजिएगा. നല്ലതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. സൈഡിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. साइड में थोड़ा ब्रश करके दीजिएगा. എന്നിട്ട് ഒരു ബോൾ എടുത്ത് നമുക്ക് നടുക്കോട്ട് വെച്ച് കൊടുക്കാം. बीच में ऐसे दबा के रख दीजिएगा स्प्रेड करके. साइड थोड़ा प्रेस कर दीजिए. ऐसे ही सब बनाएंगे. നമുക്ക് ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം. നമ്മൾ ചിക്കൻ സ്റ്റഫ് ചെയ്ത ബ്രെഡാണിത്. चिकन स्टफ करके ब्रेड रखा है. देखिए अभी अंडा में डाल दे. നമുക്ക് മുട്ടയ്ക്കകത്ത് ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് സൈഡിലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കണം. तो साइड में पहले डाल दीजिएगा अच्छा से. इसके बाद फुल ऐसे डाल के ऐसे ഇങ്ങനെ നമുക്ക് ബ്രെഡ് ക്രംസിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നോക്കിക്കേ, ऐसे ही रोल करना है. इसे बना के रखेंगे. നമുക്ക് ഇതുപോലെ ഇതൊന്ന് എടുത്ത് വെക്കാം. ആദ്യം മുട്ട സൈഡിൽ ഇങ്ങനെ रोल ചെയ്തെടുക്കാം. साइड में पहले करना है, बाद में अंडा में मिला दीजिएगा. अभी ब्रेड क्रम्स में डालना है. ഇങ്ങനെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. ऐसे ही सब बना के रखेंगे. शेप ചെയ്ത് വെച്ചിട്ടുണ്ട്. सब शेप करके रखा है. एണ്ണ चूड़ाई കഴിഞ്ഞു. तेल गरम भी हो गया. मीडियम फ्लेम में डाल के बना दीजिएगा. നമുക്ക് मीडियम ഫ്ലെയിമിലിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അടിഭാഗം थोड़ा ब्राउन ആയിട്ടുണ്ട്. नीचे का ब्राउन हो गया. थोड़ा पलटी करना है. നമുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. चिकन पैटीस रेडी आई गई है. चिकन पैटीस रेडी हो गया. निकाल देंगे. നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഈ കളറിലാണ് നമുക്ക് എടുക്കുക. ये कलर में निकालना है. तो ബാക്കിയുള്ളതും കൂടെ ഇട്ട് കൊടുക്കാം. दोबारा बना के रखा है वो भी डालेंगे. രണ്ടാമത്തെ पैटीस रेडी आई गई है. നമുക്ക് എടുക്കാം. दोबारा डाला हुआ वो पैटीस भी रेडी हो गया. निकाल देंगे. नॉर्मल साइज के ब्रेड में भी ऐसे ही बना सकता है. हम बनाया है, अभी डालना है. നമുക്ക് നോർമൽ സൈസിലെ ബ്രെഡിൽ ഉണ്ടാക്കിയതാണ്. നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബ്രെഡ് പാറ്റീസ് റെഡി ആയിട്ടുണ്ട്. ഹോട്ട് ആൻഡ് സ്പൈസി ആയിട്ടുള്ള പിള്ളേർക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. थोड़ा कटिंग करके देखिएगा. നല്ല ക്രിസ്പിയാണ്. अच्छा क्रिस्पी है, चीज़ी है, हॉट एंड स्पाइसी है. सब लोग थोड़ा घर में ट्राई करके देखिएगा. बच्चा लोग को बहुत पसंद हो जाएगा, बड़ा लोग को भी. प्लीज़ लाइक, शेयर एंड सब्सक्राइब. थैंक यू फॉर वॉचिंग.